Dear students, Vector Calculus 5. ഇന്ന് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് KTU-S2 സ്റ്റുഡൻസ് MAT102 മൊഡ്യൂൾ 1 എന്ന ഭാഗത്തെ ഫോർത്ത് സെക്ഷനിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ആൻഡ് ഗ്രേഡിയന്റ് ആണ്. ഇത് 2015 അഡ്മിഷൻ സ്റ്റുഡൻസിന് S1 സ്റ്റുഡൻസിന് MA101 മൊഡ്യൂൾ 3 for directional derivatives and gradient. എന്താണ് directional derivative? Directional derivative. If f of x, y, z is differentiable at x0, y0, z0, and if u equal to u1i plus u2j plus u3k is a unit vector, then directional derivative of f in the direction u of x0, y0, z0 exists and is denoted by du of f of x0, y0, z0, and given by du f of x0, y0, z0 is equal to fx of u1 plus fy of u2 plus fy of u3. എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ f ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, f of x ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് x0, y0, z0 എന്ന് പറയുന്ന പോയിന്റ്. x0, y0, z0. സോറി, ഇത് x0, 0, 0, 0, 0, 0. ഇതാണ് x0, y0, z0 എന്ന് പറയുന്ന പോയിന്റ്. ഇവിടുന്ന് എല്ലാ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഉണ്ട്. എല്ലാ ഡയറക്ഷണൽ, ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഉണ്ട്, ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഉണ്ട്. ഇതാണ് u എന്ന് പറയുന്ന ഡയറക്ഷൻ. ഈ യു എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടറാണ്. യു എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ്. അങ്ങനെയാണ് ഈ യുവിന്റെ ഡയറക്ഷനിലുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് x0, y0, z0 കൊടുക്കുക, അതിനെ യുവിന്റെ ഫസ്റ്റ് കമ്പോണന്റ് ആയ u1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് എഫിനെ വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, x0, y0, z0 കൊടുക്കുക, അതിനെ യുവിന്റെ സെക്കൻഡ് കമ്പോണന്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ എഫിനെ വിത്ത് റെസ്പെക്ട് ടു z കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇതിനെ z കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, x0, y0, z കൊടുക്കുക, അതിനെ u3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് x0, y0, z0 ഇൻ ദ ഡയറക്ഷൻ ഓഫ് u. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എക്സാമ്പിൾ 1. If f of xy equal to xy, find du of f12. u ഇതാണ് യൂണിറ്റ് വെക്ടർ. ഈ ഡയറക്ഷനുള്ള ഇതാണ് യുവിന്റെ ഡയറക്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതാണ് യുവിന്റെ യൂണിറ്റ് വെക്ടർ. ഈ ഡയറക്ഷനുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അറ്റ് 1,2 എന്ന് പറയുന്ന പോയിന്റിലെ യുവിന്റെ ഡയറക്ഷനുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ്. എഫ് തന്നിട്ടുണ്ട്, അതിനെ എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പം ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ y കിട്ടും. എന്നിട്ട് അതിൻ്റെ അകത്ത് f(12) കൊടുക്കുക. 12 കൊടുത്തു കഴിഞ്ഞാൽ y-ക്ക് 2 കൊടുക്കുക, x ഇല്ല, fx of 12 2 ആണ്. അതുപോലെ തന്നെ എഫിനെ വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അപ്പൊ x കിട്ടും. 12 കൊടുക്കുക, x-ന് 1 കൊടുക്കുക, y-ക്ക് 2 കൊടുക്കുക, അപ്പം 1. ദെൻ ഇതാണ് u1, ഇത് u1, ഇത് u2. ഇതാണ് duf of 12 എന്ന് പറയുന്നത് fx of 12. fx of 12 2 ആണ്. u1 എന്ന് പറയുന്നത് √3/2. fy of 12 എന്ന് പറയുന്നത് 1 ആണ്. അത് നമുക്ക് ഇവിടെ കിട്ടി. fy of 12 1 ആണ്. അതിനെ u2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. that is equal to √3 plus 1/2. okay, next example. Example 2. Find the directional derivative of f of xy equal to e power xy at -2, 0. -2, ഇതാണ്. In the direction of unit vector that makes an angle pi/3 with the positive x-axis. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പോസിറ്റീവ് x-ആക്സിസിലെ -2, 0 യൂണിറ്റ് വെക്ടർ ദാറ്റ് മേക്സ് ആൻ ആംഗിൾ pi/2. അപ്പൊ ഇതാണ് അത്. ഇത് എഫ് ആണ്. എഫ് എക്സ്
ഓഫ് എക്സ് വൈ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടി. എന്നിട്ട് എക്സിന് -2 വൈക്ക് 0 കൊടുക്കുമ്പോൾ 0 കിട്ടി. ഇനി എഫ് വൈ ഓഫ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അപ്പൊ ഇത് കിട്ടി എക്സ് ഇ ടു ദ പവർ ഓഫ് എക്സ് വൈ കിട്ടി. എക്സിന് -2 വൈക്ക് 0 കൊടുക്കുക, അപ്പൊ -2 കിട്ടി. ഇത് ഇവിടെ വൈ ആണ്, സോറി ഇത് വൈ ആണ്, എഫ് ഐ ഓഫ്. ഇതാണ് നമ്മൾ എഫ് എക്സ് -2 0 ഇത്, എഫ് വൈ -2 0 ഇത്, എഫ് വൈ. യൂണിറ്റ് വെക്ടർ ദാറ്റ് മേക്ക് ആൻ ആംഗിൾ π/3 വിത്ത് ദ പോസിറ്റീവ് എക്സ്. π/3 ഇതാണ് π/3 ആംഗിൾ. π/3 ആംഗിൾ 60 ഡിഗ്രി ആംഗിൾ. 60 ഡിഗ്രി ആംഗിളിൽ ഇത് ഈ യൂണിറ്റ് വെക്ടറിന്റെ വെക്ടർ ഇക്വേഷൻ കാണണം. യു എന്ന് പറയുന്നത് ഇത് യു കോസ് π/3 i പ്ലസ് സൈൻ π/3 j ആയിരിക്കും. കോസ് π/3 1/2 ആണ്, സൈൻ π/3 √3/2 ആണ്. അപ്പോൾ യു ഇതാണ് യു. യുവിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് 1/2, സെക്കൻഡ് കോർഡിനേറ്റ് √3/2. ഇതാണ് യുവിന്റെ ഡയറക്ഷൻ, യൂണിറ്റ് വെക്ടർ ഇൻ ദിസ് ഡയറക്ഷൻ. ഈ ഡയറക്ഷനിലാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇതാണ് u1 ഹാഫ് ആണ്, u2 √3/2 ആണ്. ഡെറിവേറ്റീവ് ഓഫ് യു എഫ് ഓഫ് -2 0, ഇതാണ് -2 0 എന്ന് പറയുന്ന പോയിന്റ്. ഈ -2 0 എന്ന് പറയുന്ന പോയിന്റിൽ യുവിന്റെ ഡയറക്ഷനിലുള്ള ഇതെല്ലാ ഡയറക്ഷനിലും ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഉണ്ടാവും. എല്ലാ ഡയറക്ഷനിലേക്കും ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഉണ്ട്. പക്ഷെ യുവിന്റെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ യുവിന് ഈ -2 ഇതാണ് -2 0 ഇതിനെല്ലാ ഇതാണ് യുവിന്റെ ഡയറക്ഷൻ, ഇതാണ് യുവിന്റെ ഡയറക്ഷൻ. ഈ യുവിന്റെ ഡയറക്ഷനിലെ എല്ലാ ഡയറക്ഷനിലും ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഉണ്ട്. പക്ഷെ യുവിന്റെ ഡയറക്ഷനിലുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത്. അതിനുള്ള ഫോർമുലേറ്റ് ഡി യു ഓഫ് എഫ് -2 0 എന്ന് പറയുന്നത് എഫ് എക്സ് ഇൻറ്റു u1 എഫ് ഐ ഇൻറ്റു u2. u1 1/2 ആണ്, എഫ് എക്സ് 0 കിട്ടി. ഇത് ദെൻ എഫ് ഐ -2 ആണ്, u2 √3/2 ആണ്. അപ്പൊ ഇതാണ് ഈ ഡയറക്ഷനുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 3. Find the directional derivative of f of x y z equal to x square y minus y z cube plus z at the point 1 -2 0 in the direction of A. അപ്പൊ നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് വേണം. അതിന് ആദ്യം എഫ് ആണ് തന്നിരിക്കുന്നത്, ഇതാണ് എഫ്. എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ 2xy കിട്ടി. അവ എക്സിന് 1ഉം ഇതിന്റെ അകത്ത് എക്സിന് 1ഉം വൈക്ക് -2ഉം സെഡിന് 0 കൊടുക്കുക. അപ്പോൾ എഫ് എക്സ് ഓഫ് 1 -2 0 -4 കിട്ടി. ഇനി തന്നിരിക്കുന്ന എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 1 -2 0 കൊടുക്കുമ്പോൾ 4 കിട്ടും. എഫിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ എഫ് സെഡ് കിട്ടും. എഫ് സെഡിനെ 1 -2 0 കൊടുക്കുമ്പോൾ 1 കിട്ടും. ഇതാണ് എഫ് എക്സ് എഫ് ഐ എഫ് സെഡ്. എ തന്നിട്ടുണ്ട്, ഇതാണ് എ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ അല്ല. അപ്പൊ എ ഇതാണ്. അപ്പൊ ഇത് യൂണിറ്റ് വെക്ടർ കാണാൻ അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് എയുടെ നോം എന്ന് പറയുന്നത് ഈ എയുടെ കോർഡിനേറ്റിനെ 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ കൊണ്ട് അതിന്റെ റൂട്ടാണ്. അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ √9 ആണ്. അപ്പൊ എയെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതാണ് യൂണിറ്റ് വെക്ടർ. എയുടെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ. നമുക്ക് എയുടെ ഡയറക്ഷൻ ആണ് കാണേണ്ടത്. എ തന്നിട്ടുണ്ട് 2i പ്ലസ് ജെ -2k എന്ന് എ തന്നിട്ടുണ്ട്. ആ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ കാണണം. ഇതാണ് യൂണിറ്റ് വെക്ടർ യു. ഇതാണ് യു. ഇനി ഫോർമുല ഇതാണ്. അപ്പം എഫ് എക്സ് u1 എഫ് എക്സ് ഓഫ് എഫ് എക്സ് ഇൻറ്റു u1 എഫ് ഐ ഇൻറ്റു u2 എഫ് സെഡ് ഇൻറ്റു u3. അപ്പോൾ ഇതാണ് നമുക്ക് എഫ് എക്സ് -4 ആണ്. ഇതാണ് -4. അതിനെ u1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. u1 എന്ന് പറഞ്ഞാൽ 2/3 ആണ്. u1 എന്ന് പറഞ്ഞാല്
u1 എന്ന് പറഞ്ഞാൽ 2/3 ആണ്. അപ്പം -4നെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ fi എന്ന് പറഞ്ഞാൽ 1 ആണ്. അതിനെ u2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. u2 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. അതിനെ u2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. fz എന്ന് പറയുന്നത് 1 ആണ്. അതിനെ u3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. u3 എന്ന് പറഞ്ഞാൽ -2/3 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 കിട്ടും. ഇതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് f in the direction of u at 1 minus 2 0. Okay, next example. Example 4. f തന്നിട്ടുണ്ട് ഇവിടെ. f of x, f sin x y z ആണ്. പോയിന്റ് ഹാഫ് പൈ ആണ്. യൂണിറ്റ് വെക്ടർ ഇതാണ് u. അപ്പൊ ആദ്യം നമ്മൾ എഫ് എക്സ് കാണണം. എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ വൈ സെഡ് കിട്ടും. സൈൻ എക്സ് വൈ സെഡിന്റെ കോസ് എക്സ് വൈ സെഡ്, അത് കഴിഞ്ഞിട്ട് വൈ സെഡ് കൊണ്ട് ഇതാണ് എഫ് എക്സ്. ഇനി ഈ എഫ് എക്സിന്റെ അകത്ത് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് 1/2 വൈക്ക് 1/2 സെഡിന് പൈയും കൊടുക്കുക. അപ്പം എക്സിന് വൈക്ക് 1/2 സെഡിന് പൈ കൊടുക്കുക. അപ്പൊ ഹാഫ് പൈ ഇൻറ്റു കോസ് ഓഫ് 1/2 പൈ. അപ്പൊ 1/4 π/4 കോസ് π/4 കിട്ടും. ഇത് π/2 കോസ് π/4 എന്ന് പറഞ്ഞാൽ കോസ് 45 ഡിഗ്രി ആണ്. അത് 1/2 ആണ്, 1/√2 ആണ്. അപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്നത് π/2√2 ആണ്. π/2√2. ഇനി എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഇത് കിട്ടും. അത് കഴിഞ്ഞിട്ട് എക്സിന് ഹാഫ് കൊടുക്കുക, വൈക്ക് ഹാഫ് കൊടുക്കുക, സെഡിന് പൈ കൊടുക്കുക. എക്സ് വൈ സെഡിന് കൊടുക്കുമ്പോൾ ഇത് പൈ ഇൻറ്റു 1/2 π/2 കിട്ടും. കോസ് π/4 അഗെയിൻ 1/√2 ആണ്. അപ്പൊ നമുക്ക് π/2 ഇൻറ്റു 1/√2 π/2√2 കിട്ടും. ഇനി എഫിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഇത് കിട്ടും. ഇതാണ് എഫിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. എഫിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതാണ്. അപ്പം എക്സിന് 1/2 കൊടുക്കുക, വൈക്ക് 1/2 കൊടുക്കുക, സെഡിന് പൈ കൊടുക്കുക. അപ്പൊ 1/4 കോസ് π/4 കിട്ടും. ദാറ്റ് ഈസ് 1/4 കോസ് π/4 1/4√2. That is directional derivative of f in the direction of u. fx into u1. fx നമുക്ക് കിട്ടിയിട്ടുണ്ട്. fx എന്ന് പറയുന്നത് π/2√2 ആണ്. ഇതാണ് π/2√2 into u1. ഇതാ 1/√3 ആണ് u1. അത് നമുക്ക് തന്നിട്ടുണ്ട്. u1 എന്ന് പറയുന്നത് നമുക്ക് ഇതാണ് u1 തന്നിട്ടുണ്ട്. 1/√3. u1 u3 തന്നിട്ടുണ്ട്. u1 into u1. u2 തന്നിട്ടുണ്ട്. u2 -1/√3 ആണ്. അപ്പം fi ഇതാണ് -1/√3. ഇനി fz എന്ന് പറയുന്നത് 1/4√2 ആണ്. u3 ഇതാണ്. അപ്പൊ 1/√6 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്നും കൂടെ നമ്മളിത് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എന്നാലും ഒന്നും കൂടെ നമ്മളിവിടെ പറയുകയാണ്. ഇതാണ് എഫ് തന്നിട്ടുണ്ട്. എഫ് എക്സ് കണ്ടു. അതിനെ എഫ് എക്സിന് തന്നു കഴിഞ്ഞിട്ട് u1നെ അതിനെ എഫ് എക്സ് കണ്ടു. നമുക്ക് ഇതാണ് കിട്ടിയത്. അതിനെ u1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് പിന്നെ fi കണ്ടു. fi ഇതാണ്. അതാണ്. ഇതാണ് fi ഇതാണ് π/2√2. അതിനെ u2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. u2 ഇതാണ്. പിന്നെ fz കണ്ടു. അത് ഇതാണ്. അതിനെ u3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. u3 1/√3 ആണ്. അപ്പൊ നമുക്ക് ഇത് കിട്ടി. ഇത് fx, fi, fz, u1,
u2 u1 അത് u2 ഇത് u3. Okay, 1 by root 6. Okay, gradient. If f is a function of x, I said, then the gradient of f is defined as gradient of f is equal to fxi plus fyj plus fzk. Let f be a function and p be a p denote a point x0, y0, z0. x0, y0, z0. Assume that f is differentiable at p. ഇതാണ് p എന്ന് പറയുന്ന പോയിന്റ്. ഇതാണ് p. p യിൽ ഡിഫറൻഷ്യബിൾ ആണ്. If del f equal to 0 at p, del f 0 ആണെങ്കിൽ, ഈ del f 0 ആണെങ്കിൽ എല്ലാ ഡയറക്ഷൻ, ഓൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എഫ് അറ്റ് പി ആർ 0. ഈ പി യുടെ എല്ലാ ഡയറക്ഷണൽ ഡെറിവേറ്റീവും 0, എല്ലാ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവും 0 ആയിരിക്കും. del f 0 ആണെങ്കിൽ ഈ പി എന്ന പോയിന്റ് എല്ലാ ഡയറക്ഷനിലുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവും 0 ആയിരിക്കും. അതാണ് എ പറയുന്നത്. ഇനി പിയിൽ del f 0 അല്ലെങ്കിൽ ഈ പിയിൽ എല്ലാ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എടുത്താൽ ഒരു ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് മാക്സിമം വാല്യൂ ഉണ്ട്. അത് del f ന്റെ ഡയറക്ഷൻ ആണ്. ഈ ഡയറക്ഷനാണ് del f ന്റെ ഡയറക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഡയറക്ഷനിലാണ് del f ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. del f ന്റെ ഡയറക്ഷൻ ഇതാണ്. del f ന്റെ ഡയറക്ഷൻ. del f ന്റെ ഡയറക്ഷനാണ് ഇതിന് മാക്സിമം ഡയറക്ഷൻ ഡെറിവേറ്റീവ്, ലാർജസ്റ്റ് വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഈ del f ന്റെ ഡയറക്ഷൻ ആയിരിക്കും. അത് നോം ഓഫ് del f ആണ്. ഇത് നോം ഓഫ് del f ആണ്. നോം ഓഫ് del f ആണ് എന്ന് പറഞ്ഞാൽ del f പിയിൽ 0 അല്ലെങ്കിൽ, del f പിയിൽ 0 അല്ലെങ്കിൽ del f ന്റെ ഡയറക്ഷനിലാണ് മാക്സിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഉണ്ട്. അതാ മാക്സിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് del f, നോം ഓഫ് del f ആണ്. ഇനി സി പറയുന്നത് del f 0 അല്ലെങ്കിൽ മൈനസ് del f ന്റെ ഡയറക്ഷൻ, ഇതാണ് മൈനസ് del f ന്റെ ഡയറക്ഷനാണ് ലീസ്റ്റ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കിട്ടുക. അത് ലീസ്റ്റ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് മൈനസ് ഓഫ് നോം ഓഫ് del f ആയിരിക്കും. ഇതാണ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ എഫിന് del f 0 ആണെങ്കിൽ എല്ലാ ഡയറക്ഷണൽ പിയിലെ എല്ലാ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. del f 0 അല്ലെങ്കിൽ del f 0 അല്ലെങ്കിൽ del f ന്റെ ഡയറക്ഷനിലായിരിക്കും മാക്സിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കിട്ടുക. മാക്സിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി മൂന്നാമത്തത് del f 0 അല്ലെങ്കിൽ മൈനസ് del f ന്റെ ഡയറക്ഷനായിരിക്കും മിനിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കിട്ടുക. മിനിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ വാല്യൂ മൈനസ് നോം del f ആയിരിക്കും. അപ്പൊ ഇത് മാക്സിമം വാല്യൂ, ഇത് മിനിമം വാല്യൂ, ഇത് മാക്സിമത്തിന്റെ ഡയറക്ഷൻ, ഇത് മിനിമത്തിന്റെ ഡയറക്ഷൻ. ഇതാണ് മാക്സിമം വാല്യൂ, അത് del f ന്റെ ഡയറക്ഷൻ. ഇതാണ് മിനിമം വാല്യൂ, അത് മൈനസ് del f ന്റെ ഡയറക്ഷൻ. ഇത് ഓർത്തിരുന്നോ? ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. എക്സാമ്പിൾ 5. f of xy തന്നിട്ടുണ്ട്. f of xy തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. -2 0 മാക്സിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ -2 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. -2 0 എന്ന പോയിന്റ് ഉണ്ട്. അതിന്റെ മാക്സിമം വാല്യൂ അപ്പൊ ഇതാണ് del f ന്റെ ഫോർമുല. ഇതാണ് -2 0 del f ന്റെ വാല്യൂ. ഇതാണ് del f ന്റെ വാല്യൂ. del f ന്റെ ഡയറക്ഷൻ ഉണ്ടാവും. ഇതാണ് del f ന്റെ ഡയറക്ഷൻ. del f ന്റെ ഡയറക്ഷൻ ഇതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഈ ഡയറക്ഷനിലായിരിക്കും മാക്സിമം വാല്യൂ ഉണ്ടാകുക. മാക്സിമം വാല്യൂസ് നോം ഓഫ് del f ആയിരിക്കും. അപ്പം ഇതിന്റെ നോം കാണുക. ഇതാണ് നോം കണ്ടത്. ഇതാണ് മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂ ഈ ഡയറക്ഷനിലാണ്. del f ന്റെ ഡയറക്ഷനാണ്. del f ന്റെ ഡയറക്ഷനിലുള്ള മാക്സിമം വാല്യൂ ആണിത്. നോം del f ആണ്. del f ന്റെ ഡയറക്ഷനിലെ മാക്സിമം വാല്യൂ. ഇനി del f ന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ്. അതിന് del f നെ അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്താണ്. ഇത് യൂണിറ്റ് വെക്ടർ ആണ്. യൂണിറ്റ് വെക്ടർ കാണാനായിട്ട് ഈ വെക്ടറിനെ, del f എന്ന് പറയുന്ന വെക്ടറിനെ അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിന്റെ നോം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. നോം എന്ന് പറയുന്നത് 4√2 ആണ്. 4√2 കൊണ്ട് ഈ del f, ഇതാണ് del f, del f നെ 4√2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇത് കിട്ടും. ഇതാണ് യൂണിറ്റ് വെക്ടർ. del f ന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ -1/√2i + 1/√2j.
ഇതാണ് del f-ന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ. ആ ഡയറക്ഷനാണ് ഇതിന്റെ മാക്സിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കിട്ടുക. മാക്സിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് 4√2 ആണ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. എക്സാമ്പിൾ 6. സെഡ് തന്നിട്ടുണ്ട്. ഡെൽ സെഡ് കാണണം. ഡെൽ സെഡ് എന്ന് പറഞ്ഞാൽ സെഡ്, ഡെൽ സെഡ് എന്ന് പറഞ്ഞാൽ അതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. എക്സ് വൈ സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. എക്സ് ഇതാണ്. അപ്പൊ അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4 കിട്ടി. വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് 4 ആണ് ഇൻറ്റു വൈ പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ -10 ആണ് ഇൻറ്റു ജെ. ഇവിടെ കെ ഇല്ല. അപ്പം 4i - 10j ആണ്. ഇത് 2 സ്പേസിലുള്ള അതാണ്, 2 സ്പേസിലുള്ള ഒരെണ്ണമാണ്. അതുകൊണ്ട് ഇവിടെ സെഡ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. എക്സാമ്പിൾ 7. Example 7. Find a unit vector in the direction in which f increases most rapidly at p and find the rate of change of p in this direction. ഇവിടെ എഫ് തന്നിട്ടുണ്ട്, പോയിന്റ് തന്നിട്ടുണ്ട്. 2, 4 എന്ന് പറയുന്ന പോയിന്റ് ആണ്. അവിടുത്തെ നമുക്ക് എഫ് തന്നിട്ടുണ്ട്, ഡെൽ എഫ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് 3x വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് 3 കിട്ടി. ലോഗ് വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, 1/y കിട്ടി. ഡെൽ എഫ് ആണ്. ഇതാണ് ഡെൽ എഫ്. ഡെൽ എഫ് അറ്റ് 2, 4 ആണ് പോയിന്റ്. 2, 4. ഡെൽ എഫ് അറ്റ് 2, 4 ഇതാണ്. ഇതാണ് ഡെൽ എഫ് അറ്റ് 2, 4. ഇനി അതിന്റെ ഈ ഡെൽ എഫിന്റെ ഡയറക്ഷനിലായിരിക്കും. ഇതാണ് ഡെൽ എഫിന്റെ ഡയറക്ഷൻ. ഇതാണ് ഡെൽ എഫ്. ഡെൽ എഫിന്റെ ഡയറക്ഷൻ ആണ് അതിന് ഏറ്റവും കൂടുതൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഉണ്ടാകുക. മാക്സിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെൽ എഫിന്റെ നോം ആണ്. ഇതാണ് ഡെൽ എഫിന്റെ നോം. അതിന്റെ നോം കണ്ടാൽ മതി. ദാറ്റ് ഈസ് 3² പ്ലസ് 1/4², 1/16. ഇതാണ് ഏറ്റവും കൂടുതൽ മോസ്റ്റ് റാപ്പിഡ്ലി എന്നാ പറയുന്നത്. ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി. ഏത് ഡയറക്ഷനിലാണ് മോസ്റ്റ് റാപ്പിഡ്ലി? യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി. മോസ്റ്റ് റാപ്പിഡ്ലി എന്ന് ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ഉണ്ടാകുന്നത്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡെൽ എഫിന്റെ ഡയറക്ഷനും ഏറ്റവും കുറവ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഉണ്ടാകുന്ന മൈനസ് ഡെൽ എഫിന്റെ ഡയറക്ഷനിലായിരിക്കും. ഏറ്റവും കൂടുതൽ ഡെൽ എഫിന്റെ ഡയറക്ഷനിലാണ്. അതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ നോം ഡെൽ എഫ് ആണ്. അതിവിടെ നമുക്ക് √40/4 എന്ന് കിട്ടി. അപ്പൊ ഡെൽ എഫിന്റെ അതിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കാണണം. അതിന്റെ ഡെൽ എഫിനെ അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡെൽ എഫ് ആണ് ഇത്. അതിന്റെ നോം √40. ഇതാണ് ഈ ഡയറക്ഷനുള്ള നോം. ഡെൽ എഫിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ യു എന്ന് പറയുന്നത് 12y - j √145 ആണ്. അതിന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് അറ്റ് പി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് അറ്റ് പി എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ഇത് തന്നെയാണ്, ഡെൽ എഫ് തന്നെയാണ്. നോം ഓഫ് ഡെൽ എഫ് ആണ്. നോം ഓഫ് ഡെൽ എഫ് ആണ്. അത് നമുക്ക് ഇവിടെ തന്നെ കിട്ടി. √40. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു മോസ്റ്റ് നോം ഡെൽ എഫ് മാക്സിമം വാല്യൂ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പി എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ്. മാക്സിമം വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി √45/4. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് ഒന്നുകൂടെ ഞാൻ പറയാം. നമുക്ക് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എഫ് തന്നിട്ടുണ്ട്. 2, 4 ഡെൽ എഫ് കാണുക. അതിന്റെ മാക്സിമം വാല്യൂ കാണുക. മാക്സിമം വാല്യൂ തന്നെയാണ് റേറ്റ് ഓഫ് ചേഞ്ചും. മാക്സിമം വാല്യൂ കാണാനായിട്ട് നോം ഡെൽ എഫ് കണ്ടാൽ മതി. ഏത് ഡയറക്ഷനാണ് മാക്സിമം വാല്യൂ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡെൽ എഫിന്റെ ഡയറക്ഷനാണ്. ഡെൽ എഫിനെ അതിന്റെ നോമോട് ഡിവൈഡ് ചെയ്താൽ ആ ഡയറക്ഷൻ ആയിരിക്കും. ഇപ്പൊ ഈ ഡയറക്ഷനിലാണ് ഇതാണ് യൂണിറ്റ് വെക്ടർ. ഡെൽ എഫിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണിത്. ഈ ഡയറക്ഷനിലാണ് മാക്സിമം വാല്യൂ ഉണ്ടാകുക. മാക്സിമം വാല്യൂ ഇതാണ്. ആ മാക്സിമം വാല്യൂവിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പി എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഇത് തന്നെയാണ്. ഓക്കെ, then example 8. If vector r equal to xi plus yj plus zk and this is scalar r equal to norm of vector r, show that del of r power n is equal to n r power n minus 2 into vector r. നമുക്ക് വെക്ടർ ആർ തന്നിട്ടുണ്ട്. സ്കെയിലർ ആർ വെക്ടർ ആറിന്റെ നോമാണ്. അപ്പം നോം കാണാനായിട്ട് അതിന്റെ റൂട്ട് കണ്ടാൽ മതി. അപ്പം 6 ഇതാണ് 6.
സ്കെയിലർ ആർ. അപ്പൊ സ്കെയിലർ ആറിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ കിട്ടും. ഇനി ഇതിനെ ഈ ആർ സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഇടത് സൈഡിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2r ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ്. വലത് സൈഡിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x. 2r ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് ഈക്വൽ ടു 2x ആണെങ്കിൽ ഡോ ആർ ബൈ ഡോ എക്സ് ഈക്വൽ ടു എക്സ് ബൈ ആർ. അതുപോലെ തന്നെ ഡോ ആർ ബൈ ഡോ വൈ വൈ ബൈ ആർ എന്ന് കിട്ടും. ഇതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ ആർ ബൈ ഡോ സെഡ് സെഡ് ബൈ ആർ എന്ന് കിട്ടും. അപ്പൊ ഇത് മൂന്നും ഡോ ആർ ബൈ ഡോ എക്സും ഡോ ആർ ബൈ ഡോ വൈ ഡോ ആർ ബൈ ഡോ സെഡും കിട്ടി. ഇനി ഡെൽ ഓഫ് ആർ പവർ എൻ ഗ്രേഡിയന്റ് ആണ് കാണുന്നത്, ആർ പവർ എൻ. അപ്പൊ ആർ പവർ എന്നിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഐ കൊടുക്കുക. വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ജെ കൊടുക്കുക. വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ജെ കൊടുക്കുക. അതാണ് ഡെൽ ആർ പവർ എൻ. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എൻ ആർ പവർ എൻ മൈനസ് വൺ ഉണ്ട്, അത് വിത്ത് റെസ്പെക്ട് ടു ആർ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ ആറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പൊ ഇത് കിട്ടി. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ആറിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടും എൻ ആർ പവർ എൻ മൈനസ് വൺ. പിന്നെ ആറിനെ വിത്ത് റെസ്പെക്ട് ടു ആർ പവർ എന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. പിന്നെ ആറിനെ ഡോ ആർ ബൈ ഡോ വൈ. ഇതിനെ ആർ പവർ എന്നിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. പിന്നെ ആറിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ ഇത് എൻ ആർ പവർ എൻ മൈനസ് വൺ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ ആർ ആണ്. ഡോ ആർ ബൈ ഡോ എക്സ് എക്സ് ബൈ ആർ. ഇനി ഇതിന് എൻ ആർ പവർ ഓഫ് എൻ മൈനസ് വൺ ആണ്. ഡോ ആർ ബൈ ഇത് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എൻ ആർ പവർ എൻ മൈനസ് വൺ ആണ്. ഡോ ആർ ബൈ ഡോ എക്സ് ഇത് എക്സ് ബൈ ആർ ആണ്. എക്സ് ബൈ ആർ. എൻ ആർ പവർ ഓഫ് എൻ മൈനസ് വൺ ഉണ്ട്. ഡോ ആർ ബൈ ഡോ വൈ ഡോ ആർ ബൈ ഡോ വൈ വൈ ബൈ ബൈ എൻ ആർ ആണ്. ഇനി ഇത് എൻ ആർ പവർ ഓഫ് എൻ മൈനസ് വൺ ഡോ ആർ ബൈ ഡോ സെഡ് സെഡ് ബൈ ആർ ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി ഈ ഒരു ആറ് മുകളിലേക്ക് പോകുമ്പോൾ ഈ ആറ് മുകളിലേക്ക് പോകുമ്പോൾ എൻ ആർ പവർ എൻ മൈനസ് വൺ ആയി. എൻ ആർ പവർ എൻ മൈനസ് ടു ആയി ഇൻറ്റു എക്സ്. ഇത് മുകളിലേക്ക് പോകുമ്പോൾ എൻ ആർ പവർ എൻ മൈനസ് ടു ആയി ഇൻറ്റു വൈ. ഇത് മുകളിലേക്ക് പോകുമ്പോൾ എൻ ആർ പവർ എൻ മൈനസ് ടു ആയി ഇൻറ്റു സെഡ്. ഇതിൻ്റെ അകത്ത് നിന്നെല്ലാം എൻ ആർ പവർ എൻ മൈനസ് ടു പുറത്തെടുക്കുക. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എക്സ് ഐ പ്ലസ് വൈ ജെ, ഇവിടുന്ന് വൈ ജെ വരും, വൈ ജെ ഇവിടുന്ന് സെഡ് കെ വരും. അപ്പൊ എൻ ആർ പവർ എൻ മൈനസ് ടു ഉണ്ട്. എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ അത് നമുക്ക് തന്നിട്ടുണ്ട്. വെക്ടർ ആർ ആണ്. വെക്ടർ ആർ. ദാറ്റ് ഈസ് ഡെൽ ആർ പവർ എൻ ഈസ് ഈക്വൽ ടു എൻ ആർ പവർ എൻ മൈനസ് വൺ എൻ ആർ പവർ എൻ മൈനസ് വൺ എൻ മൈനസ് ടു എൻ ആർ പവർ എൻ del r power n in equal to n r power n minus 2 into vector r. It's a very important problem. ഇത് യൂണിവേഴ്സിറ്റി പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നമ്മളിനി അടുത്ത എക്സാമ്പിളിലേക്ക് പോവുകയാണ്. എക്സാമ്പിൾ നമ്പർ 9, ലാസ്റ്റ് എക്സാമ്പിൾ. എക്സാമ്പിൾ നമ്പർ 9. Find the gradient at the point -2, -1. എഫ് തന്നിട്ടുണ്ട്. ഗ്രേഡിയന്റ് കാണണം. അപ്പൊ ഇതിനെ ഡെള്ളപ്പ് ആണ് കാണേണ്ടത്. അതിന്റെ ഗ്രേഡിയന്റ് അപ്പൊ ഡെള്ളപ്പ് ആണ് കാണേണ്ടത്. ഗ്രേഡിയന്റ് കാണണം. അപ്പൊ അതിനെ എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് 3x² x പ്ലസ് എക്സ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് ഇതിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് വൈ ആണ്. 2x പ്ലസ് വൈ ആണ്. അത് കഴിഞ്ഞ് അപ്പം ഇതിനെ നമ്മൾ എഫ് എക്സ് എക്സ് വൈ ഇത് കിട്ടി. അതിനകത്ത് -2 -1 കൊടുക്കുമ്പോൾ -540 കിട്ടി. -540. ഇനി നമ്മൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഇനി എഫ് ഐ കാണണം. എഫ് ഐ എന്ന് പറയുന്നത് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ 3 വന്നു. x² പ്ലസ് എക്സ് വൈ ടു ദ പവർ ഓഫ് 2 കിട്ടി. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു
y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇല്ല 0 ആയി. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x ആണ്. അപ്പൊ ഇത് കിട്ടി. fy ആണിത്. ഇവിടെ -2 -1 കൊടുത്തത് -216 കിട്ടി. Then del f of -21 is equal to fx fy. fx -540 ആണ്. fxi -540 ആണ്. fy -216j. fx ഇത് fy. ഇതിവിടെ j ഉണ്ട്. fxi. Okay, thank you.